ഒന്നുമില്ല ഗൈസ്, ഞാൻ ആദ്യമായിട്ട് എന്റെ ചേച്ചിയുടെ മാരേജിനായിരുന്നു ഒന്ന് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസ പോയതല്ലാണ്ട് എനിക്കന്ന് എന്റെ ഫേസിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ലായിരുന്നു. എന്നിപ്പോ കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാൻ തോന്നി. പക്ഷെ ഇന്ന് ഞാൻ പാർലറിൽ പോയി എല്ലാം ചെയ്യുന്നത് ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കാര ഗോൾഡൻ ഫേഷ്യൽ കിറ്റ് ആണ്. ഇതിൽ ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ക്ലെൻസിംഗ് ക്രീം ആണ്. ഇത് നല്ലൊരു പിങ്ക് കളറിലാണ് വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇതിന് കുറച്ചെടുത്തിട്ട് ഫേസിൽ ഒരു ഫ്യൂ മിനിറ്റ് മസാജ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സെക്കൻഡ് വരുന്നത് ഈ ഒരു ഫേസ് സ്ക്രബ് ആണ്. ഇതിന് കുറച്ചെടുത്ത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള സ്ഥലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. സോ ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി നെക്സ്റ്റ് നമുക്ക് ഇവരുടെ മസാജിങ് ക്രീം യൂസ് ചെയ്യാം. ഇതിനെല്ലാത്തിനും നല്ല സ്മെല്ലാണ്. സോ നമുക്ക് ഇത് ഫേസിലിട്ട് കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അബ്സോർബ് ആവണവരെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു മോയ്സ്ചറൈസർ പോലെയാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ ഡ്രൈനെസ് അങ്ങോട്ട് മാറിപ്പോകും. അതൊരു കോട്ടനോ ടിഷ്യൂ എന്തെങ്കിലും വെച്ച് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഫേസ് ജെൽ അപ്ലൈ ചെയ്യാം. ഇതിന്റെയൊക്കെ കളർ കണ്ട നല്ല രസയിലെ കാണാനായിട്ട്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കൂളിംഗ് ഫീൽ ചെയ്യും കേട്ടോ. ഇതും ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്ത് കളയാം. അപ്പൊ തന്നെ എന്റെ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഫേസിൽ ടാൻ കുറച്ച് പോയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഫേസ് പാക്ക് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്നതിന് നല്ല നമ്മൾ ഇതുപോലെ ഒരു ഫേഷ്യൽ കിറ്റ് ഒക്കെ വാങ്ങി വെച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണതാണ്. പിന്നെ നമുക്കൊരു 3-4 ടൈംസ് വരെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 to 15 മിനിറ്റ് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിട്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസും കിട്ടിയിട്ടുണ്ട്. എന്റെ ഫേസിന്റെ ഒക്കെ കൂടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് താഴെ മെൻഷൻ ചെയ്തേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.